ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 ഡിസംബർ മാസ ഫലമാണ്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. അതായത് വളരെ അധികം ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും നഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാശിക്കാരാണ് ഈ ചിത്രയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർ. ഡിസംബർ മാസം അത് 2024 കടന്നു പോവുകയാണ്. ഡിസംബർ മാസം അങ്ങനെ വരുമ്പോൾ ഈ വർഷം പല രീതിയിലും ക്ലേശങ്ങൾ അനുഭവിച്ച ഈ നക്ഷത്രക്കാർ ചില നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യവും ദൈവാധീനവും ഉണ്ട്. അതായത് തൊഴിൽ രംഗത്ത് തൊഴിൽ ഭാവത്തിന്റെ അധിപന്റെ സ്ഥിതിയും അധികാരത്തിന്റെ ഗ്രഹത്തിന്റെ സ്ഥിതിയും പ്രവർത്തികാരകനായ ചൊവ്വ അതിൻ്റെ ബലവും ഒക്കെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു മാസമാണ്. ആദ്യത്തിലൊക്കെ ഓരോ മാസം രാശി മാറി മാറി വരികയാണ്. ഈ മാസം വൃശ്ചികം രാശിയിൽ ധനസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിന്റെ അധിപനാണ് തുലാം രാശിക്കാർ. അങ്ങനെയുള്ള ആ ആദിത്യൻ വൃശ്ചികം രാശിയിൽ ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് ബുദ്ധിയുടെ കാരകനായ ബുധൻ അത് ഏറ്റവും വലിയ ഭാഗ്യാധിപനോട് യോഗം ചെയ്താണ്. അപ്പോൾ ഒരു ലോട്ടറി അടിക്കുന്നതിന് വരെയുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട്. എല്ലാവർക്കും ലോട്ടറി അടിക്കുമോ? അതല്ല. ജാതകാൽ കൂടി ഭാഗ്യാവസ്ഥയുള്ളവർക്കും ഗോചരഫലം കൊണ്ടും നല്ല ഭാഗ്യമുണ്ട്. മറ്റ് ഏതെങ്കിലും തരത്തിൽ ചെറിയ തുകയോ വലിയ തുകയോ ഒക്കെ പല പ്രാവശ്യം ഈ മാസം തന്നെ ദിവസവും നറുക്കെടുപ്പുണ്ടല്ലോ. ലോട്ടറി അടിക്കുകയോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ഒരു കുറിച്ചിട്ടികൾ വീഴുകയോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ഒരു സുഹൃത്തുക്കൾ സഹായിക്കുകയോ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ ശരിയാകുകയോ ഒക്കെ ചെയ്ത് അഭിവൃദ്ധി വരത്തക്ക രീതിയിലുള്ള ഒരു ധനം വന്നു ചേരുവാൻ യോഗമുള്ള ഒരു മാസമാണ്. അത് മുഖാന്തരം ഭൂമി വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അങ്ങനെ ധനം റെഡിയായി കിട്ടും. ഭൂമി വാങ്ങാൻ സാധിക്കും. അതുപോലെ ഗൃഹം നിർമ്മിക്കുവാൻ അല്ലെങ്കിൽ ഗൃഹം പുതുക്കിപ്പണിയുവാൻ ഒക്കെ സാധിക്കും. പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ വന്നു ചേരും. വീട്ടമ്മമാരായിരിക്കുന്നവർക്ക് ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും യോഗമുണ്ട്. ആഭരണങ്ങൾ പോലെ തന്നെയാണല്ലോ വീട്ടമ്മമാരെ സംബന്ധിക്കുന്നിടത്തോളം ഫർണിച്ചർ ആയാലും മറ്റ് ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങൾ. തൊഴിൽ പുരോഗതിയും വന്നിച്ച് തൊഴിൽ രാശിയുടെ അധിപന്റെ സ്ഥിതിയും അധികാരത്തിന്റെ ഗ്രഹത്തിന്റെ സ്ഥിതിയും ദൈവാധീനവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. വിദേശത്തായിരിക്കുന്നവർക്കും നല്ല കാലമാണ്. തൊഴിൽ പുരോഗതികൾ വന്നിച്ച് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. നല്ല നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക വഴി അവർക്ക് വിജയങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യ സമ്പൂർണമായ ഒരു മാസമാണ് ഡിസംബർ മാസം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. തീരദേശത്ത് മത്സ്യബന്ധനമോ വ്യാപാരമോ വിപണനമോ ഒക്കെ ആയി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ്. അതുപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായാലും അധ്യാപകരായാലും മറ്റ് ജീവനക്കാരായാലും റവന്യൂ ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ഉള്ള കാലമാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് സാമ്പത്തികമൊക്കെ ഉണ്ട്. പലതരത്തിലൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും മനക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് ഐശ്വര്യങ്ങൾ വന്നു ചേരുക, മനസ്സമാധാനം വന്നു ചേരുക, കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരുക, മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിൽ വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഡിസംബർ മാസത്തിൽ നടക്കുവാൻ പോകും. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനായിട്ട് ശ്രമിക്കുന്നവർക്കും സാധിക്കുന്ന ഒരു മാസമാണ്.
അതുപോലെ തന്നെ പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ ഈ മാസം വളരെയധികം അഭിവൃദ്ധികൾ വന്നു ചേരും. ഏറ്റവും പ്രധാനമായിട്ട് തുലാം രാശിയുടെ അധിപൻ ശുക്രനാണ്. ദേവി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക, കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നതും വിഷ്ണു സഹസ്രനാമം സ്ഥിരമായിട്ട് ജപിക്കുന്നതും അഭിവൃദ്ധികൾ വന്നു ചേരും. എത്ര ക്ലേശങ്ങൾ ഉള്ളവരായാലും അതിൽ നിന്ന് മുക്തരാകുവാനായിട്ട് സാധിക്കും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.